കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഈ ആരാധനാ സമയം നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരങ്ങളും എല്ലാം, നമ്മുടെ ജീവിത ദുരിതങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഈ ആരാധന മണിക്കൂറിൽ മുഴുവനും നമുക്ക് ആയിരിക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ല, നമ്മളെക്കാളൊക്കെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകായിരം മക്കള് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. സഹോദരാബുദ്ധിയ ദൈവ സ്നേഹത്തോടെ ആ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വിഷയങ്ങളോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് ആയിരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാമതിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വലിയൊരു ദുരന്ത മുഖത്ത് നിന്നാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലേക്ക് നമ്മളും നീന്തി കയറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ദൈവമാതാവ് നമ്മളെ കരം പിടിക്കും. മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നമ്മളെ ഓരോരുത്തരെയും ഉയർത്തും എന്നുള്ളത് തീർച്ചയാണ്. കൃപാസനത്തിൽ നാളിതുവരെ പങ്കുവച്ചിട്ടുള്ള ഓരോരോ സാക്ഷ്യങ്ങളും അത് വെളിവാക്കുന്നതാണ്. അപ്പം തന്നെ ഈ ധ്യാനം നയിക്കാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ അച്ഛൻ്റെ അധരങ്ങളിലൂടെ അത് പ്രദാനം ചെയ്യുവാനും ഒപ്പം തന്നെ അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടായി പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ 2015 മുതൽ തീർത്ഥാടക ഉടമ്പടിയെടുത്തും 2020 മുതൽ ഓൺലൈനായി ഉടമ്പടിയെടുത്തും ഒപ്പം തന്നെ വിവിധങ്ങളായ സമയങ്ങളിൽ കൃപാസനത്തിൻ്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഓൺലൈൻ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ മക്കൾക്കും പുത്തൻ അഭിഷേകം നൽകി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ, അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഈ സമൂഹത്തെയും ഈ ആലയത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ജോസഫ് അച്ഛനിലൂടെ അങ്ങ് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, ഞങ്ങളുടെ കരുണയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ആമേൻ. സന്തോഷത്തോടെ പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെടുകയും അങ്ങയുടെ സാന്നിധ്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ദൈവിക വെളിപാടിന്റെയും ദൈവാനുഭവത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റുവാൻ കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുവാൻ, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷ്യങ്ങളാക്കി ഞങ്ങളെ മാറ്റുവാൻ കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതി, ഒരു വാക്കുമതി എനിക്കതു മതി, ഒരു വാക്കുമതി എനിക്കതു മതി. പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, നിന്റെ ജീവൽ സാന്നിധ്യത്തിലേക്ക് നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് വിളിച്ചു ചേർത്തതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ,
അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 4:16. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നമുക്ക് ഏറ്റു പറയാം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തിലേക്ക് വരാം. ഇപ്പൊ നമുക്ക് വേണ്ട സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും നമുക്ക് ചില പ്രത്യേക സമയത്താണ് ആവശ്യമായി വരുന്നത്. കരുണ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമ്മുടെ മെരിറ്റ് പോകുന്ന സ്ഥലത്താണ്. അതാണ് വേണ്ട സമയമെന്ന് ബൈബിൾ പറയണത്. എല്ലാ കാലങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒത്ത യോഗ്യത നമുക്ക് ചില സമയത്ത് ഉണ്ടാകത്തില്ല. നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തില്ലേ? പഠനം, ജോലി, അല്ലേ, വീട്, വിവാഹം, ആരോഗ്യം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ആംബിയർ നമുക്കുണ്ടാകത്തില്ല, അതിനുള്ള പാങ്ങുണ്ടാകത്തില്ല. ഇങ്ങനെ നമുക്കതിൻ്റെ യോഗ്യത ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതയും ഇല്ലാതെ വരുന്ന സമയമാണ് കൃപയുടെ സമയമെന്ന് പറയണത്. പേടിയാണ് കൃപയുടെ സമയമെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറയാണ്, ഇതിന് മെഡിസിൻ ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ. നമ്മൾ 1.5 കൊല്ലം ചികിത്സിച്ചിട്ടാണ് ഡോക്ടർ പറയണത്, ഈ അസുഖത്തിന് ഇപ്പം കണ്ടുപിടിച്ച അസുഖത്തിന് മരുന്ന് ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായ സംഭവം? നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റില്ല എന്നതിൻ്റെ അർത്ഥം. ബൈബിൾ ഇതിനെ മെറിറ്റ് എന്നാണ് പറയണത്, യോഗ്യത. നമുക്ക് ആവശ്യമായ നമുക്കുള്ള കപ്പാസിറ്റി അതില്ല. അപ്പോൾ ഇങ്ങനെ വരണ സമയത്ത് പിന്നെ ഓപ്ഷനുണ്ട് ബൈബിളിൽ. എന്താണ്? കരുണ. അതിനെ ബൈബിള് ഏകദാനപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? ബൈബിള് കരുണയും കൃപയും ചില സമയത്ത് കരുണയെന്ന് വിളിക്കും, ചില സമയത്ത് കൃപയെന്ന് വിളിക്കും. രണ്ടും ഒന്നാണ്. കരുണ എന്ന ഒരു മഹാമേരുവിൽ നിന്നാണ് കൃപ ഒഴുകി വരണത്. ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഗംഗാ നദി ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ ആരാണ്? കരുണ ഏതാണ്? ഹിമാലയവും. ഗംഗാനദി എന്താണ്? കൃപയുമാണ്. ഒഴുകി വരണത്. കരുണയും കൃപയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾക്ക് കൃപ തരണമെങ്കിൽ ദൈവത്തിന് ആ കൃപ നമുക്ക് തരാനുള്ള, കൃപ ഉൾക്കൊള്ളാനുള്ള മെറിറ്റ് നമ്മുടെ കയ്യിലില്ല. നമുക്കതിൻ്റെ യോഗ്യതയില്ല. ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല. കാര്യം അത് ഭയങ്കരമായ രീതിയിൽ വില കൊടുത്ത് ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലൂടെ നേടിയെടുത്തതാണ്. ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോൾ പിതാവിൻ്റെ മനപ്രസാദമാണ് കൃപയായിട്ട് മാറണത്. അപ്പോൾ നമ്മൾ കൈ കഴുകാതെ മീൻ പിടിക്കാൻ പറ്റുമോ? കൈ നനയാതെ. ക്രിസ്തു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ആരാധന ആരാധന
കൊറിന്തോസ് 7:23. 1 കൊറിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാ വിലക്ക് വാങ്ങിയത്? ക്രിസ്തു. അവിടുത്തെ വിശുദ്ധമായ പീഡാനുഭവസഹനത്താലും കുരിശുമരണത്താലും തിരുമരണത്താലും പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായി. ക്രിസ്തു എന്താണ് നേടിയെടുത്തത്? നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ നേടിയെടുത്തു. നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം, ഈ മനുഷ്യരാശിക്ക് പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ സ്വന്തം പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നേടിയെടുത്തപ്പോഴാണ് ക്രിസ്തു ഹെബ്രായർ 4:16 പറയുന്ന കൃപയുടെ സിംഹാസനമായി മാറുന്നത്. പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലെല്ലാം കൃപാസനം തന്നെ കിടക്കുന്നത്. കാത്തലിക് ബൈബിളിലാണ് കൃപയുടെ ഇരിപ്പിടമെന്ന് പറയണത്. അത് കൃപാസനമാണ്. ക്രിസ്തു തന്നെയാണ്. കൃപാസനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു തന്നെയാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനമാകുന്ന ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത്. എപ്പോഴാണ്? വേണ്ട സമയത്ത്. അതേതാണ്? നമ്മൾക്ക് മെരിറ്റ് നഷ്ടപ്പെടുമ്പോൾ, നിത്യരക്ഷക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്ക് അതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരിടം എന്താണ്? ക്രിസ്തുവാണ്. അപ്പോഴേ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം, അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ്. പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയമുണ്ട്. എന്താ കാര്യം? നമുക്കൊരു പരിചയമില്ല. നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഓഫീസിലായാലും ശരി ഓടിക്കയറാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്കൊരു പരിചയമില്ല, അടുപ്പമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിനെ സമീപിക്കണ മുമ്പ് അയാൾ ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി കമ്പനിയിലാകാം, ഓഫീസിലാകാം, നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണം ആരാണ്? നിങ്ങളെന്താ ചോദിക്കണേ? നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം ഉണ്ട് അവിടെ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ. ഇന്ന ആളാണെന്ന് പറയണം. ഇവിടെയാണ് മരിയ സ്പേസ് എന്ന്, ഉടമ്പടിയുടെ മരിയ സ്പേസ് അതാണ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ. കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. പക്ഷെ നിങ്ങളെ ഒരു പരിചയമില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം, പരിചയപ്പെടുത്തണം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണുണ്ട്. എന്താണ്? ഇയാൾ ഒരു യഹൂദ പ്രമാണിയാണ്. അയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപനോട് പറയുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 7:4-5. ലൂക്കാ 7:4-5. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു. യേശു ഒരു ജൂസ് ട്രൈബിലുള്ള ആളാണ്. ഈ വന്നിരിക്കുന്ന കക്ഷികളും അങ്ങേരുടെ തന്നെ രക്തത്തിലുള്ള ആളാണ്. പക്ഷെ അവിടെ എന്നിട്ടും പോലും എന്ത് ചെയ്യണം? കേണപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. യേശുവിൻ്റെ അതേ റാങ്കിലുള്ള, അതേ സമുദായത്തിലും അതേ രക്തത്തിലുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത്. അയാളാണ് ഈ റോമൻ ശതാബ്ദത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വരുന്നത്. എന്നിട്ട് അവർക്ക് പോലും എന്താ ചെയ്യണത്? കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നേരെ നിന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യന് ബേസിക്കായിട്ട് യോഗ്യതയില്ലെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് മെറിറ്റില്ല. ഈ മെറിറ്റ്, യേശുവിനെ സമീപിക്കാനുള്ള ഈ മെറിറ്റ് കുറവാണ് പലപ്പോഴും എന്ത് പറ്റണത്? ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ സ്പേസ്. കാര്യം നമ്മളെ യേശുവിനെ പരിചയമില്ലെങ്കിലും യേശു കുരിശിൽ വെച്ച് നമ്മളെ അമ്മയ്ക്ക് മക്കളാക്കിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ റൈറ്റ്. ഇതിൻ്റെ ലോജിക്ക് ഇതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതാ നിൻ്റെ അമ്മ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി, യേശുവേ ആരാധന. യോഹന്നാൻ 19:26-27. യോഹന്നാൻ 19:26-27. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പം അമ്മ നമ്മൾ എന്താ ചെയ്യണത്? അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ ഈശോ നിർദ്ദേശിച്ച പ്രകാരം വിശ്വാസികളെ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അമ്മ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു. ഈ വേണ്ട സമയത്ത് നിങ്ങളുടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുമ്പോഴേ ഈ അമ്മയാണ് നമ്മളെ മരിയൻ ഉടമ്പടി കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് എന്താണ്? ഇത് നമ്മുടെ തന്നെ സഹോദരനാണ്, സഹോദരിയാണ്, എൻ്റെ തന്നെ മക്കളാണ്. നീ കുരിശിൽ വെച്ച് നിൻ്റെ രക്തം ചിന്തി പറഞ്ഞ വാക്കാണിത്. എന്താണ്? നിൻ്റെ രക്തം കൊണ്ട് നീ ഒപ്പിട്ട ഒരു പ്രമാണമാണിത്. എന്താണ്? അതിലൂടെ നമ്മുടെ ക്രിസ്തു നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും അവകാശികളായിക്കൊണ്ടാണ് ഈശോ നമുക്ക് അമ്മയെ, അവിടുത്തെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നിട്ട് നമ്മൾക്ക് ക്രിസ്തു നേടിയെടുത്ത എല്ലാ കൃപകളുടെയും അവകാശികളാക്കിയിരിക്കുകയാണ് കുരിശിൽ വെച്ചുകൊണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ചുവട്ടിൽ വെച്ച് അമ്മയെ തന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞാൻ സിസ്റ്റർ അനീറ്റ ചെറമ്മൽ, ഹോളി ഫാമിലി ആലത്തൂർ കോൺവെൻറ്റ്, പാലക്കാട്, അവിടെ നിന്നാണ് വരുന്നത്. 6 മാസം മുമ്പാണ് ലൈറ്റ് ക്യാൻഡിലിട്ട് എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഡേറ്റിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. 18 വർഷങ്ങളായി ഹൈസ്കൂൾ റെക്കഗ്നീഷന് അംഗീകാരത്തിന്, ഗവൺമെൻറ് അംഗീകാരത്തിന് വേണ്ടി കടമചെല്ലാത്ത ഓഫീസുകളില്ല. തിരുവനന്തപുരം ഓഫീസുകളിൽ പല വർഷങ്ങളും എല്ലാ വർഷവും എന്ന പോലെ പോയിട്ടുണ്ട്. 18 വർഷങ്ങൾ കടന്നു പോയിട്ടും വെച്ച ആപ്ലിക്കേഷൻസ് എല്ലാം റിജക്റ്റഡ് ആയിരുന്നു. അപ്പോഴാണ് ഇനി എന്ത് ചെയ്യും, എത്രയും വേഗം ഹൈസ്കൂളിന് റെക്കഗ്നീഷൻ ആവശ്യമാണ്. കൃപാസനം പ്രസാദന മാതാവിനെ കുറിച്ചുള്ള വിവരം എനിക്ക് അപ്പോഴാണ് കിട്ടിയത്. അന്ന് തന്നെ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു. മാർച്ച് 25 മുൻപ് ആലത്തൂർ ഹൈസ്കൂളായി ഉയരണം, എനിക്ക് ഗവൺമെൻറ് ഓർഡർ കയ്യിൽ കിട്ടണം, അമ്മ എനിക്ക് തരണം എന്ന് ആഗ്രഹിച്ച് ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 24 DO ഓഫീസിൽ ഫയൽ സമർപ്പിച്ചത്. അവിടെ നിന്നും പല പ്രതിസന്ധികളെയും നേരിടേണ്ടതായിട്ട് വന്നു. ആദ്യത്തെ പ്രാവശ്യത്തിന് DO ഓഫീസിൽ നിന്നും ഫയൽ റീസബ്മിഷന് വേണ്ടി തിരിച്ചു തന്നു. വീണ്ടും പല ഓഫീസുകളും കയറി ഇറങ്ങി അതിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം സംഘടിപ്പിച്ചു. ഡിസംബർ 28 ഫയൽ DPI ഓഫീസിലേക്ക് പോയി. ജനുവരി 15 അത് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ ഓഫീസിലേക്ക് പോയി. ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതികൾ ഞാൻ കാണുകയായിരുന്നു. മാർച്ച് 15 ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ദൈവം ഹോളി ഫാമിലി ആലത്തൂർ ഹൈസ്കൂളിൻ്റെ ഗവൺമെൻറ് ഓർഡർ റെഡിയായ എന്നുള്ള വാർത്ത എനിക്ക് ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പോലെ, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ മാർച്ച് 25 മുൻപായിട്ട് മാർച്ച് 21 തിങ്കളാഴ്ച 11 മണിക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നും, അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കടന്ന് ഹൈസ്കൂൾ ഗവൺമെൻറ് ഓർഡർ ദൈവം എനിക്ക് പ്രാർത്ഥനയുടെ ഫലമായി സമ്മാനിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും ജോസഫ് അച്ഛൻ്റെ ലൈവ് പ്രാർത്ഥനയിൽ ഞാൻ പങ്കുകൊണ്ടിരുന്നു. അമ്മയോടൊരു കാര്യം പ്രാർത്ഥിച്ചിരുന്നു, മാർച്ച് 25 മുൻപ് എനിക്ക് ഓർഡർ കയ്യിൽ തരണേ എന്ന്. ജോസഫ് അച്ഛൻ്റെ ഒരു വാക്ക് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു. കൃപാസനം പ്രസാദപര മാതാവ് അതിവേഗത്തിലാണ് ആവശ്യങ്ങൾ സാധിച്ചു തരിക. ഈ ഒറ്റ പോയിൻ്റാണ് എൻ്റെ മനസ്സിൽ ആഞ്ഞു തറച്ചത്. അതിവേഗത്തിൽ കൃപാസനം പ്രസാദപര മാതാവ് ഇടപെടും എന്നുള്ള വലിയ വിശ്വാസമാണ് എനിക്ക് സാധിച്ചത്. ആ ഗവൺമെൻറ് ഓർഡർ കൈ കിട്ടിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, എന്ന് എൻ്റെ കൈവശം ഈ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഓർഡർ കൈവരുന്നുവോ അത് ഉടനെ തന്നെ എത്രയും വേഗം, അതിവേഗത്തിൽ എന്ന് പറഞ്ഞ പോലെ അതിവേഗത്തിൽ
കൃപാസനം പ്രസാദപുര മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ ഓർഡർ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റു ആഘോഷ പരിപാടികൾ ഞാൻ നടത്തൂ എന്ന് അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയോട് പറഞ്ഞിരുന്നു. ഒരാഘോഷ പരിപാടികളും ഞങ്ങൾ നടത്തിയിട്ടില്ല. കാരണം മാർച്ച് 21 കയ്യിൽ കിട്ടിയത്. പല ആഘോഷ പരിപാടികളുമുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ആരോടും പറയാതെ എത്രയും വേഗം മാതാവിൻ്റെ അടുത്ത് വന്ന് ഈശോയോട് പറയണം, ഒരൊറ്റ ആഗ്രഹമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് ദൈവം സാധിച്ചു തന്നു. ബുധനാഴ്ച വലിയൊരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. മാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്തിന് തേടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയൊരു സാക്ഷി അനുഭവമായിട്ട് ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൃപാസനം പ്രസാദപുര മാതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിവേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മെ സഹായിക്കുമെന്നുള്ള വലിയ വിശ്വാസം വളരുവാനായിട്ട് എനിക്ക് സാധിച്ചു. തന്നെയുമല്ല, പ്രാർത്ഥനയിൽ വളരെയേറെ വളരാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നുള്ള വിശ്വാസം എന്നിൽ വർദ്ധിച്ചു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായ വചനം എന്നിൽ വലിയൊരു ശക്തിയാണ് പകർന്നു തരിക. എന്ത് വിഭത്സന്ധികൾ വരുമ്പോഴും ഈ വചനം എന്നിൽ ലൂക്ക 18:27 മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ദൈവത്തിൻ്റെ വചനം എനിക്ക് വലിയൊരു ആത്മവിശ്വാസം പകർന്നു തന്നു. വീണ്ടും എനിക്ക് പ്രത്യേക നിയോഗമുണ്ടായിരുന്നു. എൻ്റെ അനുജത്തി ബെറ്റിയുടെ മകൾ അമ്മു, അവൾക്ക് പഠിക്കാൻ അത്ര ബ്രൈറ്റ് അല്ല, എങ്കിലും അവൾക്ക് BSc നഴ്സിങ്ങിന് കിട്ടി. അവളുടെ ഏക ആഗ്രഹം OET പരീക്ഷ പാസ്സായി എത്രയും വേഗം പോകണമെന്നുള്ളതാണ്. എന്നോട് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, നീ പോയി പരീക്ഷ എഴുതിക്കോ. അവൾ ഫസ്റ്റ് ചാൻസ് തന്നെ OET എക്സാം എഴുതി പാസ്സായി. UK സ്കോർ കിട്ടി. പേപ്പർ വർക്കുകളെല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അതും കൃപാസനം പ്രസാദപുര മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ വലിയൊരു വിശ്വാസ സാക്ഷ്യ അനുഭവമായിട്ട് ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. എന്നെ സഹായിച്ച, എൻ്റെ പ്രാർത്ഥന കേട്ട എൻ്റെ ദൈവത്തിന് പ്രസാദപുര മാതാവിൻ്റെ മാധ്യസ്ഥം വഴി കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ ഈ സമയം ഈ സമൂഹത്തിന് മുൻപേ അർപ്പിക്കുന്നു. ഒരു സാക്ഷി അനുഭവമായിട്ട് ഞാനിത് നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നു.